വാർത്തയിലേക്ക്. പാലരുവി എക്സ്പ്രസിൽ 6 വയസ്സുകാരിക്ക് നേരെ ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പിടികൂടാൻ സഹായകരമായത് കോട്ടാത്തല സ്വദേശി വീണയുടെ സംയോജിതമായ ഇടപെടലാണ്. മുത്തച്ഛനോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ പ്രതി എടുത്തുകൊണ്ടുവരുന്നത് കണ്ട വീണയ്ക്ക് സംശയം തോന്നുകയും അയാളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ട്രെയിനിൽ യാത്ര ചെയ്യവേ സാനിഷ് തന്നോട് മോശമായി പെരുമാറിയതായി വീണ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 സംഭവം. തെങ്കാശിയിൽ നിന്ന് എടത്വ പള്ളിയിൽ വന്ന് മടങ്ങുന്നതിനിടെയാണ് ട്രെയിനിൽ വെച്ച് തമിഴ് കുടുംബത്തിലെ കുട്ടി ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയായത്. മുത്തച്ഛനോടൊപ്പം നിലത്തുറങ്ങിക്കിടന്ന കുട്ടിയെ ആരുമറിയാതെ എടുത്തുകൊണ്ടുവന്ന സ്വന്തം സീറ്റിൽ വെച്ചാണ് സാനിഷ് ഉപദ്രവിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരിയായ വീണ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ട്രെയിനിൽ കയറിയത് മുതൽ പ്രതി തന്നോടും മോശമായി പെരുമാറിയെന്നും അതാണ് സംശയത്തിനിടയാക്കിയതെന്നും വീണ പറഞ്ഞു. ഞാനൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി എൻ്റെ കാലിൽ ജസ്റ്റ് തട്ടുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി വന്നു. ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിന് അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ പിന്നെയും വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് വീണ്ടും പുള്ളി ഇത് ആവർത്തിച്ചു. അപ്പം ഞാൻ പുള്ളിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് ഞാൻ കാല് മാറ്റി വെച്ചു. വീണ്ടും മൂന്നാമത് ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നുമില്ല, കാലെടുത്ത് മേളിൽ സീറ്റിലേക്ക് വെക്കാൻ പറഞ്ഞു, പുള്ളി ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല ദേഷ്യമായി. ഞാൻ പിന്നെ ഉറങ്ങിയില്ല, കാരണം പുള്ളി ഇങ്ങനെ ശല്യം ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉറങ്ങിയില്ല. 6 വയസ്സുള്ള കുട്ടിയോട് പ്രതി നടത്തിയത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണ്. പിന്നെ കുട്ടിയുടെ പേരൻസും കുറെ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമായിരുന്നു. ആ ബോഗിലുള്ള ഒട്ടുമിക്ക പേരും ഉറക്കമായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് മടിയിലിരുത്തുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടി അയാളുടെ കുട്ടിയായിരിക്കും. കാരണം ഒരു അച്ഛൻ മോളെ കെയർ ചെയ്യുന്ന പോലെയായിരുന്നു പുള്ളിയെ. കുഞ്ഞിനെ തലോടുന്നു, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുന്ന പോലെ, അതൊരു ഓവർ ആക്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയെ നോക്കാതെ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു. അപ്പം വീഡിയോയിലൂടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോഴേ ഈ വിൻഡോ സൈഡിലായിരുന്നു പുള്ളി ഇരുന്നിരുന്നത്. ഈ കുഞ്ഞിനെ മടിയിൽ വെച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഷോൾഡറിലേക്ക് മറച്ചു. കുട്ടിയുടെ ശരീരത്താണെന്ന് പുള്ളിയുടെ കൈ ഇരുന്നത്. വീണ യാത്രക്കാരെ വിളിച്ചുണർത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തതോടെയാണ് ഇയാൾ പിടിയിലായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.